ഹരി തുടരുക. നടി വിധുബാല ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ വിധുബാല, മോഹൻ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് നല്ല ചിത്രങ്ങളാണ് മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ സ്മരിക്കുന്നത്? മോഹനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മധുസാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ്. ഞാൻ ശാന്തപ്പ എന്നാ വിളിച്ചിരുന്നത്. കാരണം എന്റെ കസിൻ ശാന്തേട്ടനുമായിട്ട് ഒരുപാട് മുഖച്ഛായ ഉള്ളതുകൊണ്ട് ശാന്തപ്പ എന്നാ വിളിച്ചിരുന്നത്. ഞങ്ങള് ഒരുപാട് വർഷമായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. വളരെ ഞാൻ ക്യാമറാമാൻ ഹേമേന്ദ്രൻ, ആർട്ട് ഡയറക്ടർ ശ്രീനിവാസൻ, ശാന്തപ്പൻ, ഞങ്ങളെല്ലാവരും ഒരു കെട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ ശാന്തപ്പൻ ഡയറക്ടറായി 2 പെൺകുട്ടികൾ എന്നുള്ള പടം എടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു, അല്ല ഹീറോയിനായിട്ട് വിധുവിന് പറ്റില്ല, അതുകൊണ്ട് ആ റോൾ അങ്ങനത്തെ റോളാണ്, അതുകൊണ്ട് അത് വേറെയാണ്, പക്ഷെ അതിലൊരു ഉഗ്രൻ ക്യാരക്ടർ ഉണ്ട്, അത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 2 പെൺകുട്ടികളുടെ ഒരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് അടിച്ചു പൊളിച്ച റോളായിരുന്നു. ശാന്തപ്പൻ മാത്രമല്ല, ശാന്തപ്പന്റെ വൈഫ് അനുപമ, ഞങ്ങൾ കുച്ചിപ്പുടി ഒരുമിച്ച് ക്ലാസ്സിലൊക്കെ ഉണ്ടായിട്ട് ഞാൻ പഠിക്കാൻ നിന്ന് എന്റെ ടീച്ചർ അവിടെ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പോകും. നാരദനായിട്ടാണ് സാധാരണ അഭിനയിക്കുക, ഡാൻസ് ചെയ്യാം അനുപമ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് അടുത്ത കാലത്ത് തന്നെ ഞാൻ ശാന്തത്തിന് സുഖമില്ലാതെ കിടക്കുകയാണെന്ന്. ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ അങ്ങോട്ട് ചെല്ലണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇത് വല്ലാത്തൊരു ഞാൻ നല്ല പടങ്ങൾ ശാന്തപ്പൻ എനിക്ക് തന്നിട്ടുണ്ട്. 2 പെൺകുട്ടികൾ, വാടക വീട്, പിന്നെ സൂര്യദാഹത്തിലാണ് ഇന്നസെന്റ് ആദ്യമായിട്ട് ഒരു ചെറിയ ക്യാരക്ടർ എന്റെ കൂടെ അഭിനയിച്ചത്. ഇതെനിക്ക് ഷോക്കിംഗ് ആയിരിക്കുന്നു. എന്താ പറയാ, കുറച്ചു കാലമായിട്ട് അസുഖത്തിലായിരുന്നു എന്ന് ഞാൻ കേട്ടു. ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഉമാ സ്റ്റുഡിയോയില് ഉള്ള ഓർമ്മ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയുന്നില്ല. അത്രയ്ക്കധികം നല്ല ഓർമ്മകളാണ് എനിക്ക് ഉള്ളത്. ശാന്തപ്പനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞങ്ങള് വളരെ സൈലന്റ് ആയിരുന്നു. ശാന്തപ്പൻ നല്ല ഒരു സൗമ്യമായിട്ടുള്ള സ്വഭാവവും വളരെ സ്ട്രോങ് ക്യാരക്ടർ ആയിരുന്നു. അത് മാത്രമല്ല, എനിക്കറിയുന്നില്ല എന്താ പറയേണ്ടത്. അല്ലാത്തൊരു വിഷമമുണ്ട്. കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായിട്ടുള്ള ഇരിപ്പാണ്. മറക്കാൻ പറ്റില്ല. ഞങ്ങളെല്ലാരും സിനിമയ്ക്ക് ഒരുമിച്ച് പോകലും അടിച്ചു പൊളിച്ച് ശ്രീകുമാർ തിയേറ്ററിലൊക്കെ ഞങ്ങളിങ്ങനെ ഒച്ചയും ബഹളവും വെച്ച് എന്ത് നല്ലൊരു ഫ്രണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും പോയി, ഹേമേന്ദ്രനും പോയി, മോഹനും പോയി. വല്ലാത്തൊരു വിഷമമുണ്ട് കേൾക്കും. ശരി, നടി വിധുബാലയാണ് ഏറെ ദുഃഖത്തോടു കൂടി ശ്രീ മോഹനെ സ്മരിച്ചത്. മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ക്ലാസിക് ചിത്രങ്ങളുടെ സംവിധായകൻ. 22ഓളം സിനിമകൾ മോഹൻ സംവിധാനം ചെയ്തു. അതിൽ പലതും നിരൂപക ശ്രദ്ധ ആകർഷിച്ചായിരുന്നു, പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചായിരുന്നു. ഏറെ പുതിയ നടീനടന്മാരെ സിനിമയ്ക്ക് സമ്മാനിച്ച സിനിമകളായിരുന്നു. അതിന് ഓരോ തലങ്ങൾ